2026 ജനുവരി 29, 30, 31 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി 29 വൈകുന്നേരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് പൊതുയോഗവും തുടർന്ന് ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ കലാപരിപാടിയും സംഘടിപ്പിക്കുന്നതാണ്. 2026 ജനുവരി 30, 31 തീയതികളിൽ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചാണ് സഭാ നടപടികൾ സംഘടിപ്പിക്കുന്നത്. ലോക കേരള സഭ, ഒന്നാം ലോക കേരള സഭ നടക്കുമ്പോൾ ചെയർമാനായിരുന്നു ബഹുമാനപ്പെട്ട അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഇന്ന് 5ലേക്ക് എത്തുമ്പം 25-ൽ നിന്ന് 125 രാജ്യങ്ങളിലേക്ക് പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ എല്ലാ കോണിലും മലയാളിയുണ്ട്. ഇപ്പം 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുമാണ് ഈ ലോക കേരള സഭയിൽ ആളുകൾ പങ്കെടുക്കുന്നത്. 152 അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഈ സഭയിൽ പങ്കെടുക്കുന്നത്. ലോക കേരള സഭക്കകത്ത് പല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ നോർക്ക് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് അത്തരമൊരു നിർദ്ദേശമായിരുന്നു സ്റ്റുഡൻറ് മൈഗ്രേഷൻ പോർട്ടൽ, ലോക കേരളം ഓൺലൈൻ സേവനങ്ങൾ, പ്രവാസി മിഷൻ, എയർപോർട്ട് ഹെൽപ്പ് ഡെസ്കുകൾ. ഇതോടൊപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ്. കൂടാതെ നോർക്ക വകുപ്പിൻ്റെ കീഴിലുള്ള ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് ലിമിറ്റഡിൻ്റെ ഷെർപ്പ എന്ന നിക്ഷേപ പ്രോത്സാഹന പോർട്ടലിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നതാണ്. 5ാം ലോക കേരള സഭയോടനുബന്ധിച്ച് ജനുവരി 30 വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നവകേരള നിർമ്മിതിയിൽ പ്രവാസികളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ശ്രീ രവി രാമൻ, ശ്രീ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ MA യൂസഫ് അലി, ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, ശ്രീ മുരളി തുമ്മാരുകുടി, ഡോക്ടർ ഇരുദയ രാജൻ, ഒപ്പം വിദ്യാർത്ഥി പ്രതിനിധികളും ഇതിൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നു. 8 വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 7 മേഖലാ സമ്മേളനങ്ങളും ജനുവരി 30 2 മണി മുതൽ 6 മണി വരെ സംഘടിപ്പിക്കുന്നതാണ്. സമ്മേളനത്തിൽ മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ, വിഷയ വിദഗ്ധർ, MLA മാർ എന്നിവർ പങ്കെടുക്കുന്ന വിവിധ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയിൽ ഇപ്പോൾ 8 ടോപ്പിക്കുകളെ കുറിച്ചുകൂടെ പരാമർശിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ പ്രസ് മീറ്റിൻ്റെ നോട്ട് നൽകിയതാണ്, എന്നാലും ഞാനിവിടെ വായിക്കാം. പ്രവാസി ഭരണ നിർവഹണം, നവീകരണ സാധ്യതകളും പരിഷ്കാരങ്ങളും, വിദേശ തൊഴിലവസരങ്ങളും സുരക്ഷിത കുടിയേറ്റവും, മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ, നവ തൊഴിൽ മേഖലകൾ, തൊഴിൽ കരാറുകൾ, വിദ്യാർത്ഥി കുടിയേറ്റം, ഭാവിയും വെല്ലുവിളികളും 3. 4. സ്ത്രീ കുടിയേറ്റം, പുതിയ പ്രവണതകൾ. 5. പ്രവാസി നിക്ഷേപവും സംരംഭകത്വവും, നവീകരണ വൈവിധ്യവൽക്കരണ സാധ്യതകൾ. 6. പുതുതലമുറ പ്രവാസവും വിജ്ഞാന നൈപുണ്യ വിനിമയ സാധ്യതകളും. 7. പ്രവാസി പുനരധിവാസ ക്ഷേമ പദ്ധതികളുടെ ഭാവിയും സുസ്ഥിര സാമ്പത്തിക മാതൃകയുടെ ആവശ്യകതയും. 8. കേരളീയ കലാ സാഹിത്യം ഭാഷാ പ്രചരണത്തിൽ പ്രവാസി മലയാളി സംഘടനയുടെ പങ്ക്. ഇതാണ് 8 ടോപ്പിക്കുകൾ ഈ ലോക കേരള സഭയ്ക്കകത്ത് ഡിബേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഒപ്പം മേഖലാ വിഷയങ്ങളുണ്ട്. ഗൾഫ്, ഏഷ്യ പസഫിക്, യൂറോപ്പ്, UK, അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളൊപ്പം അഡ്രസ്സ് ചെയ്യപ്പെടുന്ന വിഷയം തിരികെ എത്തിയ പ്രവാസികളുടെ പ്രശ്നവും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ 2018 ആദ്യ സഭയിൽ നേരത്തെ പറഞ്ഞ നമ്പറിനകത്തൊരു തെറ്റുണ്ട്. 35 രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ 5ാമത് സഭയിലേക്ക് എത്തുമ്പം 125 രാജ്യങ്ങളിൽ നിന്നാണ് ഈ ലോക കേരള സഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിട്ടുള്ളത്. സഭയ്ക്ക് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ കാലഘട്ടം കൂടിയാണിത്. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കേരളത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോലും നാഷണൽ ഗവൺമെൻറ് ഭാഗമായി ആളുകൾ എത്തിയിട്ടുണ്ട്. അത് അഡോപ്റ്റ് ചെയ്യണമെന്നുള്ള ചർച്ച അവിടെ വരെ ഉയർന്നു വന്നിരുന്നു. വിദേശകാര്യ വകുപ്പിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റി റിപ്പോർട്ട് അധികരിച്ച് ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുകയും അതുപ്രകാരം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം മാതൃകകൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിൽ പ്രവാസി പ്രതിനിധികൾ ഉന്നയിച്ച ശുപാർശകളിൽ നടപ്പാക്കാൻ സാധ്യമായ 28 ശുപാർശകൾ 4ാം ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും പ്രസ്തുത നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു.
നാലാം ലോക കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആകെ 28 നിർദ്ദേശങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ 23 നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരാണ് നടപ്പിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന 5 നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കേരള സർക്കാർ നടപ്പിലാക്കേണ്ടവയിൽ 16 നിർദ്ദേശങ്ങൾ നോർക്ക വകുപ്പും ബാക്കി 7 നിർദ്ദേശങ്ങൾ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിൻ്റെയും സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളിൽ 10 നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ബാക്കി 13 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നു. കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച 5 നിർദ്ദേശങ്ങൾ വിദേശകാര്യ വകുപ്പിൻ്റെയും പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ വിശദമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാലാം ലോക കേരള സഭയിൽ ലഭിച്ച ശുപാർശകളിൽ സർക്കാർ പരിഗണനയിലുള്ളതും നടപ്പിലാക്കിയതുമായ പദ്ധതിയുടെ വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. പ്രവാസി മിഷൻ നാലാം ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ഒരാവശ്യമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലും അത് സംബന്ധിച്ച് പരാമർശിച്ചാണ് പ്രവാസി മിഷൻ സ്ഥാപിക്കുമെന്നുള്ളത്. കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക പുനഃസംയോജനമാണ് സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാസി പുനരധിവാസത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തി സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, നോർക്കയുടെ പ്രവർത്തനങ്ങൾക്ക് വികേന്ദ്രീകൃത സ്വഭാവം നൽകുക, പ്രവാസി പങ്കാളിത്തത്തിലൂടെയുള്ള പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നിവയാണ് പ്രവാസി മിഷനിലൂടെ രൂപീകരിച്ച് ഉദ്ദേശിക്കുന്നത്. നോർക്ക കെയർ പ്രവാസി മിഷൻ പുറമെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4ാം സഭയിൽ പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു നോർക്ക കെയർ എന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ നോർക്ക ID കാർഡുള്ള ലോകമെങ്ങുമുള്ള പ്രവാസികൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. നിലവിലുള്ള രോഗങ്ങൾക്ക് കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സയ്ക്ക് പരിരക്ഷ ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. പ്രവാസി സാമൂഹിക സുരക്ഷാ രംഗത്ത് ആഗോളതലത്തിൽ ഏറ്റവും വലിയ പദ്ധതികളൊന്നാണ് നോർക്ക കെയർ. നിലവിൽ 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള ചികിത്സാ സഹായം ഈ പദ്ധതി വഴി ലഭ്യമായിട്ടുണ്ട് പ്രവാസികൾക്ക്.